നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ വലിയ സങ്കടത്തിലാണല്ലോ. കാരണം നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട വി എസ് പോയി. കേരളം ഒരു വലിയ യാത്രയപ്പ് നൽകി. ഒരു പക്ഷേ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നൂറ്റാണ്ട് ജീവിച്ച, ഒരു നൂറ്റാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾ മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ വിടവാങ്ങുമ്പോൾ ഒരു വലിയ ലീഡർഷിപ്പ് വാക്വം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണെന്ന് ഇനി വരും കാലങ്ങളിൽ മനസ്സിലാക്കണം. പക്ഷെ അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് അൻവർ എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ അതിനെ കാണുന്നത്? അല്ല, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയണ്ട, നമുക്ക് വി എസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. സഖാവ് വി എസിൻ്റെ മരണം ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത് കേരളത്തിലെ നീതി ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിട്ടും വലിയ നഷ്ടങ്ങളാണ് വരാൻ പോകുന്ന ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും പ്രത്യേകിച്ച് തൊഴിലാളികളെയും അതിലേറെ സ്ത്രീകളെയും സംരക്ഷിച്ച് നിർത്തുക എന്ന ഭാരിച്ച ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരു പച്ചയായ സഖാവാണ് യഥാർത്ഥത്തിൽ സഖാവ് വി എസ്. 101 വയസ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 16-17 വയസ്സിൽ അദ്ദേഹം പാർട്ടി മെമ്പറായി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 80-85 വർഷക്കാലം ഒരു പാർട്ടി മെമ്പറായി, MLA ആയി, പൊതുപ്രവർത്തകനായി, പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി, ഇതൊന്നുമല്ലാതെയായ ഘട്ടങ്ങൾ, എല്ലാ ഘട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഒരു 19 വർഷമാണ് ഒരു ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, മാക്സിമം. ആ അവസ്ഥയിൽ 85 വയസ്സ് വരെ 85 വർഷം കഠിനാധ്വാനിയായ ഒരു എന്താ പറയുക, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സഖാവ് വി എസ്. ഇത് ഇനി ഒരാൾക്കും ഇനി ഇത് കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞു പോയ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വർഗീയതയാണ്, രണ്ടാമത്തെ ഭാഗം നമ്മളെടുത്താൽ കോർപ്പറേറ്റിസമാണ്. സമ്പന്നർക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗം കേരളത്തിലും വളരെ ശക്തമായി നീങ്ങുകയാണ്. സത്യത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റുമാണ്. യഥാർത്ഥത്തിൽ സഖാവ് വി എസ് ജീവിച്ചിരുന്നെങ്കിലും 2017-18 കൂടിയിട്ട് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പൂർണ്ണമായും ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്ന് വി എസിന് പ്രതികരിക്കാനുള്ള ആരോഗ്യപരമായ ശേഷി കുറഞ്ഞോ, അന്ന് തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം എതിർത്ത് വന്നിരുന്ന മുതലാളിത്തം വരാൻ പോകുന്ന നാളുകളിൽ ഒരു മുതലാളിത്തത്തിലേക്ക് ഈ പാർട്ടി ചായുന്നു എന്നാണ് അദ്ദേഹം പലപ്പോഴും പറയാതെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ആ പറഞ്ഞുകൊണ്ടേ ഇരുന്ന കാര്യം അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയാത്ത അന്ന് തൊട്ട് അതിൻ്റെ വേഗം വർദ്ധിച്ചിരിക്കുകയാണ്. ആ വേഗം വർദ്ധിച്ച് വന്ന് ഇപ്പോൾ ഈ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ് ആരുടെ പക്ഷത്താണ്? ഒരിക്കലും അത് തൊഴിലാളി പക്ഷത്തല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇന്ന് തൊഴിലാളികളെ സംബന്ധിച്ച് കേരളത്തിൽ അവരുടെ ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നൊരു സംസ്ഥാനത്തിലെ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ജീവിത ചെലവുകൾ ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ കർണാടകയിലെയോ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത ചെലവല്ല നമ്മുടെ ഒരു സാധാരണക്കാരന് പോലും ഇവിടെ. ജീവിത ചെലവ് നന്നായി വർദ്ധിച്ച് എല്ലാവരും അത്യാവശ്യം മാന്യമായി ജീവിക്കുന്നൊരു സാഹചര്യം നാട്ടിലുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തൊഴിലാളി വിഷയങ്ങൾ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആശാസമരം ഇപ്പം 8-7 മാസം കഴിഞ്ഞു. ഫെബ്രുവരി 5-നോ 8-നോ ഈ സമരം ആരംഭിച്ചത്. വി എസിന് പ്രതികരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ വി എസ് ഇന്ന് ജീവിച്ചിരുന്നതെങ്കിൽ ഈ സഹോദരിമാരെ ഈ രീതിയിൽ റോഡിലിട്ടിട്ട് അപമാനിക്കപ്പെടുന്ന ഒരു തീരുമാനം ഈ ഗവൺമെൻറ് ഉണ്ടാവുമോ? അവിടെ ചിലപ്പോൾ വി എസ് അവിടെ പിന്നെ എന്ത് സംശയം, അതിന് തീരുമാനമാക്കിയിട്ടുണ്ടാവും സഖാവ് വി എസ്. അതൊരു കമ്മ്യൂണിസ്റ്റ് രക്തമായിരുന്നു. വ്യക്തിപരമായി അൻവർ കാക്കളുടെ ഒരു വി എസിനായിട്ടുള്ള ബന്ധങ്ങൾ, എൻകൗണ്ടേഴ്സ് ഉണ്ടാവുമല്ലോ, എങ്ങനെ ആദ്യം കാണുന്ന ആ ഒരു കഥയൊന്ന് കേൾക്കട്ടെ. അല്ല, വി എസിനെ ഞാൻ വ്യക്തിപരമായി കാണുന്നതല്ല, കാണാൻ പല സ്ഥലത്തുനിന്നും കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായി ഞാൻ സംസാരിക്കുന്നത് 2011
ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായിട്ട് എറണാകുളം മത്സരിച്ചിരുന്നല്ലോ. ആ മത്സരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. CPIക്കായിരുന്നു എൻ്റെ സീറ്റ്. അവിടെ ഞാൻ മത്സരിച്ചു. അവിടെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായി. വളരെ വലിയ രീതിയിൽ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ മുന്നോട്ട് പോവുകയും 49,000-ഓളം വോട്ട് പിടിച്ച് UDF സ്ഥാനാർത്ഥിയുടെ ഒപ്പത്തിനൊപ്പം ഞാൻ എത്തുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ CPIയുടെ അഷ്റഫ് കാളിയത്ത് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 4ാം സ്ഥാനത്ത് 2,300 വോട്ടെന്താണ് കിട്ടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കെട്ടിവെച്ച പൈസ ആ മുന്നണി സംവിധാനം ഉണ്ടായതിനു ശേഷം പോയതും 2003 പിന്തള്ളപ്പെട്ടതും ആ തെരഞ്ഞെടുപ്പിലാണ്. ഇതൊരു രസവാഹമായൊരു കാര്യം. അവിടെയാണ് VSൻ്റെ ഒരു സാന്നിധ്യം പറയാൻ. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അന്ന് സഖാവ് പിണറായിയും അതുപോലെ തന്നെ VSും ഒക്കെ 2 മീറ്റിങ്ങുകളിൽ മണ്ഡലത്തിൽ, പിണറായി സഖാവിൻ്റെത് അരീക്കോട് പഞ്ചായത്തിലും ഈ പറയുന്ന VS സഖാവ് പങ്കെടുക്കേണ്ടിയിരുന്നത് പിറ്റേ ദിവസം കീഴ്ശ്ശേരി പഞ്ചായത്തിലുമാണ്, എറണാകുളം മണ്ഡലത്തിൽ കുഴിമണ്ണ. അങ്ങനെ കീഴ്ശ്ശേരി വെച്ചായിരുന്നു യോഗം. ആളുകൾ ഈ യോഗത്തിന് എത്തില്ല എന്ന് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി അരീക്കോട് യോഗത്തിൽ പങ്കെടുക്കാതെ യോഗം മാറ്റിവെച്ചു. പക്ഷേ VS അങ്ങനെയല്ലല്ലോ. VS അന്നും വാശിപ്പുറത്താണ്. VS പറഞ്ഞു എനിക്ക് പങ്കെടുക്കണം എന്ന് വാശി പിടിക്കുകയും ഈ പറയുന്ന കീഴ്ശ്ശേരി അങ്ങാടിയിലെ യോഗത്തിൽ അദ്ദേഹം വലിയ പന്തലൊക്കെ ഇട്ട് ചെയറൊക്കെ ഇട്ടിരുന്നൊരു യോഗമായിരുന്നു. 7 പേരാണ് ഓഡിയൻസായിട്ട് ആ യോഗത്തിൽ. VSന്റെ ചരിത്രം ചിലപ്പോൾ ജീവിതത്തിൽ VSന്റെ ചരിത്രത്തിലായിരിക്കും അത്. ആദ്യത്തെ 7 ആള് 8 ആളാണ് എന്ന് ആ പത്രത്തിൽ വലിയ വാർത്തയായിരുന്നത്. അതാണ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിയുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ലീഡർ വഴി VSനെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ സന്തോഷമായി. അങ്ങനെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കാണുകയാണ്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ട് വളരെ എന്താ പറയുക സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ സ്വീകരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അന്നുണ്ടായ കാര്യങ്ങൾ, എൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ വാപ്പാൻ്റെയും വല്യപ്പൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ വാപ്പ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സോഷ്യലിസ്റ്റും അതുപോലെ തന്നെ സഹകരണ രംഗത്ത് അന്ന് വാപ്പ വലിയ ഇടപെടലുകൾ നടത്തിയതാണ്. നമ്മുടെ ഈ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഭൂപണയ ബാങ്കാണ്. ആ ഭൂപണയ ബാങ്ക് കൺസെപ്റ്റ്, അതായത് കർഷകർക്ക് ചെറിയ പൈസക്ക് കൃഷിഭൂമി സെക്യൂരിറ്റി നൽകി അവരെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണെന്ന് ഭൂപണയ ബാങ്കുണ്ട്. ആ ചരിത്രങ്ങളും അപ്പോൾ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ 1977 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ എതിർക്കുകയും പിന്നെ സംഘടനാ കോൺഗ്രസ്സിൽ പോവുകയും ചെയ്തൊരു പൂർണ്ണമായും ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലൈനിലായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സഖാവിനെ കൂടുതൽ അറിയണമെങ്കിൽ അന്ന് S E ഷൺമുഖദാസ് ജീവിച്ചിരിപ്പുണ്ട്, അന്നത്തെ കോൺഗ്രസ് എസിൻ്റെ ലീഡർ. അപ്പോൾ അദ്ദേഹമൊക്കെ വാപ്പാൻ്റെ ശിഷ്യന്മാരാണ്. VS എപ്പോഴും കാണുമല്ലോ, ഒന്ന് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതാണ് ഒരു മീറ്റിങ്. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കണം, അങ്ങനെ ഒറ്റയാനായി പോകരുത് എന്നൊരു ഉപദേശമാണ് സത്യത്തിൽ പുള്ളി അന്ന് ആദ്യം കണ്ടപ്പോൾ വളരെ സ്നേഹത്തോട് കൂടി കണ്ടപ്പോഴുള്ള ഒരു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? വളരെ സിമ്പിളായിട്ടാണ്, വളരെ സിമ്പിളായിട്ട്. എപ്പോൾ ഇങ്ങനെ പുള്ളി ആരെ കണ്ടാലും ഇങ്ങനെയാണല്ലോ. ഈ വർത്തമാനത്തിൽ ഇങ്ങനെ അങ്ങനെ പ്രസംഗത്തിലുള്ള നീട്ടലും കുറുക്കലൊക്കെ വർത്തമാനത്തിലുണ്ടോ? അന്നൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. വളരെ നോർമലായിരുന്നു, വളരെ നോർമലായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ എനിക്കൊരു ഉപദേശം തന്നത്, ഇനി ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ നിങ്ങളെ പാരമ്പര്യം സോഷ്യലിസ്റ്റ് ആശയത്തിന് അടിസ്ഥാനമാണ്, ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്, നന്നായിട്ട് സഹകരിച്ച് പോകണോ, ഈ ഒറ്റയാൻ പോരാട്ടമല്ല വേണ്ടത്, ഈ പറയുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് രാഷ്ട്രീയം കൊണ്ടു നടക്കണമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഇടതുപക്ഷമായിട്ട് സഹകരിക്കണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഉപദേശം, ഒരു റിക്വസ്റ്റ് രൂപത്തിലൊരു ഉപദേശം. അങ്ങനെ അത് കഴിഞ്ഞു. 2014 ഞാൻ വീണ്ടും പാർലമെൻറ്റിൽ മത്സരിച്ചു വയനാട്ടിൽ. അതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ബൈപ്പാസ് ചെയ്ത് പോവുകയാണ്. പിന്നെ 2016 ഞാൻ നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് പാർട്ടി ലീഡർഷിപ്പ് എന്നെ വന്ന് കാണുകയും അവർ പിന്തുണക്കാൻ തയ്യാറാണ്, ഒരുമിച്ച് നിന്നൂടെന്ന് ചോദിക്കുകയും അങ്ങനെയാണ് ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് 43 ദിവസം മറ്റോ ഉണ്ട്, നല്ല സമയം കിട്ടിയിരുന്നു. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ ഈ അരിയാടൻ വിഭാഗത്തിൻ്റെ വലിയ തെറ്റിദ്ധാരണ നടത്തിയിട്ട് ഞാനൊരു എന്താ പറയുക ശേഷിയില്ലാത്ത സ്ഥാനാർത്ഥിയാണെന്നും ആര്യാടൻ്റെ ഒരു ഭാര്യ
ഷൗക്കത്തിൻ്റെ ഉമ്മ എൻ്റെ ഒരു ബന്ധു എന്ന നിലക്ക് ഞങ്ങൾ കുടുംബപരമായിട്ട് ആലോചിച്ചിട്ട് CPM ഷൗക്കത്തിന് അന്ന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഒരു തന്ത്രമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെന്നൊരു വലിയ പ്രചരണം അവിടെ CPMൻ്റെ അടിയിൽ ആര്യാടൻ വിഭാഗം പിന്നിലൂടെ അഴിച്ചുവിട്ടിരുന്നു. അതിലൊരുപാട് സഖാക്കൾ വീണ് വരുന്നു. തെരഞ്ഞെടുപ്പ് എന്നെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് പൂട്ടി, 10-25 ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചു, പല ഓഫീസുകളും പൂട്ടി. നിലമ്പൂരിൽ വ്യാപകമായിട്ട് വലിയ പ്രചരണങ്ങൾ, എനിക്കെതിരെ ബോർഡുകൾ എഴുതി, PV അൻവർ ഗോബാക്ക്, ഇതൊക്കെ സഖാക്കളാണ്. അങ്ങനെ ഭയങ്കരമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് എനിക്കത് വലിയ പ്രതിഷേധം നടത്തുന്ന അവസാന ഘട്ടത്തിലാണ് അവസാനം പാർട്ടി എന്നെ കൺഫ്യൂസ്ഡായി, എന്നെ പ്രഖ്യാപിക്കണോ വേണ്ടേ. അപ്പോൾ ഞാനത് തീർച്ചയായിട്ടും എന്നെ പ്രഖ്യാപിച്ചാൽ ജയിക്കുന്ന കാര്യം ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്, തിരുത്താനുള്ള സമയമുണ്ടല്ലോ എന്ന് പറയുകയും അങ്ങനെ ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു തിരഞ്ഞെടുപ്പായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞിട്ട് പ്രചരണത്തിനാണ് പറയുന്ന സഖാവ് VS വരുന്നത്. അത് വലിയൊരു ആഘോഷമാക്കി മാറ്റി ഞങ്ങൾ. അപ്പം അന്ന് സംഭവിച്ചൊരു പ്രധാന വിഷയം, ഈ വടവറം, നിലമ്പൂർ എൻ്റർ ചെയ്യുന്ന വടവറം പാലം എന്നറിയാലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പരിപാടി നടക്കുന്നത് അവിടുന്ന് 15 കിലോമീറ്റർ അപ്പുറത്ത് എടക്കര ടൗണിലാണ്. വലിയ പന്തലും സൗകര്യങ്ങളൊക്കെ ചെയ്തതാണ്. വലിയ പ്രചരണ സഖാക്കളൊന്നായിട്ട് അവിടെ തടിച്ചുകൂടുന്ന ഒരു രീതിയാണ്. കാരണം ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചാരകൻ അന്ന് VS തന്നെ ആയിരുന്നല്ലോ, സ്റ്റാർ ക്യാമ്പയിനർ. അപ്പം ഇവിടെ ഈ വടവറം പാലത്തിൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ ബന്ധപ്പെട്ട വണ്ടൂർ, നിലമ്പൂർ, ഏറനാട്, തിരുവമ്പാടി, മഞ്ചേരി ഒക്കെ ഉള്ള നമ്മളുടെ ബന്ധപ്പെട്ട നമ്മളുടെ പ്രവർത്തകരോട്, അന്നും എനിക്കൊരു അങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, നമ്മൾ സൈലൻ്റ് ആണെങ്കിലും അന്നും ഇവിടെയൊക്കെ നമുക്ക് ആളുകളുണ്ട്, ഇവർക്കൊക്കെ വിവരം കൊടുത്ത് നിങ്ങളെല്ലാവരും വടവർത്തെത്തിയാൽ മതി, അവിടുന്ന് VSനെ സ്വീകരിച്ച് നിങ്ങൾ എടക്കരയിലേക്ക് എത്തുക. എടക്കര ഓൾറെഡി നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തകർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ VS വൈകുന്നേരം ഏകദേശം ഒരു 5-5:30 മണിക്കാണ് വരുന്നത്. അപ്പോൾ വടവറത്ത് ഇങ്ങനെ ജനം തിങ്ങി നിറഞ്ഞ് മഹാസമുദ്രമായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഈ വാഹനം ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കൊടുന്ന് നിർത്തിയിട്ട് VS ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവിടെ പരിപാടി ഇവിടെയാണ്, അവിടെ എത്രയും ആളുകളുണ്ട്. VS ഇറങ്ങുന്നത് ആളുകളെ വിഷ് ചെയ്യാനാണോ എന്താ എന്നുള്ളത് അവിടെ ഇരിക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല. ഇത്ര ആളെ കാണുമ്പോൾ നമ്മൾ വിഷ് ചെയ്ത് പോകുമല്ലോ. VS യഥാർത്ഥത്തിൽ ഇറങ്ങിയത് അവിടെയാണ്, ഈ പരിപാടിയിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോൾ കൂടെയുള്ള സെക്യൂരിറ്റി സ്റ്റേജ് എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന സഖാക്കൾ പറഞ്ഞു കൊടുത്തു, ഇതെല്ലാം പരിപാടി ഇങ്ങനെ 15 കിലോമീറ്റർ അപ്പുറത്താണ്, സ്ഥലം ഇതല്ല എന്നാൽ VS വീണ്ടും തിരിച്ച് വില വിഷ് ചെയ്ത് കാറിൽ കയറിയിട്ടാണ് പിന്നെ എടക്കരയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ആയിരക്കണക്കിന് ബൈക്കും കാറും ഓട്ടോറിക്ഷയും ഈ ജനങ്ങളും ഭയങ്കര ഒരു ആരവത്തിലാണ് പിന്നെ നിലമ്പൂരിൽ നിന്ന് ഈ പറയുന്ന എടക്കരയിലേക്ക് VSനെ ആനയിച്ചിട്ട് വരുന്നത്. അങ്ങനെ അവിടെ സ്റ്റേജിൽ വന്നു. അന്നും പുള്ളിക്ക് കയറാനൊക്കെ പ്രയത്നം, കൈ പിടിച്ച് അവിടെ കയറ്റിയിരുത്തി. പുള്ളി ഭയങ്കര ആവേശമായി. അപ്പം കാരണം ഈ ജനത്തിന് അവിടെ 2 മണ്ഡലത്തിൽ അല്ലെങ്കിൽ 2 വമ്പൻ യോഗത്തിൽ പങ്കെടുത്ത ഒരു ഫീലിംഗ്. അതായത് ഇൻ്റലിജൻസ്, അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്ത യോഗം അന്ന് ഈ എടക്കരയിൽ നടന്ന യോഗ. കാരണം ഈ 2 വിഭാഗവും അവിടെ എത്തിയല്ലോ, 10,000 ആളുകളാണ്. അപ്പോൾ സ്റ്റേജിൽ കയറി ഇരുന്നപ്പോൾ VSന് ഭയങ്കര ആവേശമായി. ആളുകളെ കാണുമെങ്കിൽ ഈ ആളുകളുടെ പ്രവർത്തകരൊക്കെ ചെറുപ്പക്കാരല്ലേ. അപ്പം ഞാൻ തൊട്ടടുത്ത സീറ്റ് VS ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇടയ്ക്കെന്നെ കൈ പിടിച്ച് കഴിഞ്ഞ് ഞെക്കും പുള്ളി. ആ വികാരം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് നല്ലൊരു ആരവം അവിടുന്ന് നല്ലൊരു പ്രസംഗം നടത്തി. സഖാവ് കുഞ്ഞാലിൻ്റെ മണ്ണാണ്, ഇത് തിരിച്ചു പിടിക്കണം, ഇത് പല കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതാണ്, അത് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം, വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പുള്ളി അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ആ ഫോട്ടോ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട്, അതാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിൽ. ആ ഫോട്ടോ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ PV അൻവർ, PV അൻവർ, PV അൻവർ, അൻവർ തന്നെ, അൻവർ തന്നെ, അൻവർ തന്നെ എന്ന് 3-6 പ്രാവശ്യം VSൻ്റെ ആ ശൈലിയിൽ കാറിൽ കയറുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ ജയിച്ചടോ പറഞ്ഞു. നീ ജയിച്ചടോ, ഇനിയുള്ള 1 മണിക്കൂർ പോലും 1 മിനിറ്റ് പോലും കളയരുത് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതൊരു പ്രവാചക തുല്യമായ പ്രവചനം അല്ലേ. അത് ഒരു വല്ലാത്തൊരു എന്താ പറയുക ഫീലിംഗ് ഉണ്ടാക്കിയ ഒരു ഘട്ടം അതാണ്. പിന്നെ ഈ പറഞ്ഞ 11 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കണ്ടതിന് ശേഷം അടുത്ത് അദ്ദേഹത്തെ കാണുന്നു. പിന്നെ നിയമസഭയിൽ വന്നു. ഒരു 1.5, 11, 16 ടു എനിക്ക് തോന്നുന്നു ഒരു 17 വരെയൊക്കെ ഉള്ളൂ. ചില സമ്മേളനങ്ങളിൽ പുള്ളിക്ക് വരാൻ പറ്റുള്ളൂ. 17 ആയപ്പോഴേക്കും ശാരീരികമായി എന്താ പറയുക വയ്യാതായി. പിന്നെ ഈ ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനും ക്യാബിനറ്റ് പദവിയൊക്കെ കൊടുത്ത് അങ്ങനെയാണ് പോയല്ലോ. പിന്നെ അരുണുമായിട്ട് ബന്ധപ്പെടും, വിളിച്ചു ചോദിക്കും, 1-2 പ്രാവശ്യം വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്.
ഇപ്പം ഈ 1.5 വർഷമായിട്ട് അതപ്പോൾ ഞാൻ പാർട്ടി വിട്ടിട്ട് ഇപ്പോൾ 8-9 മാസമായല്ലോ LDF പോകുന്നതിന്. അതിൻ്റെ ഒരു മുമ്പ് നിയമസഭാ സമ്മേളനമൊക്കെ 1-2 പ്രാവശ്യമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പുള്ളി കാണാൻ പറ്റാത്തൊരു എന്താ പറയുക ശാരീരിക അവസ്ഥയിലാണ്, ഇൻഫെക്ഷനും പ്രശ്നങ്ങളുമായിട്ട്. പിന്നെ ഇപ്പോൾ അവസാനമായിട്ട് കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ ആശുപത്രിയിൽ പോയിട്ടാണ്. അപ്പോഴൊക്കെ അരുണും കുടുംബമൊക്കെ എങ്ങനെയാണ് അവർ? അരുൺ എന്താ പറയുക, ഒരു മകൻ്റെ സ്ഥാനത്ത് ഒരു ഭയങ്കര അല്ലേ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്. സാധാരണ അവസാനം വരെ ഒരു മകൻ ഒരു അച്ഛനെ എന്താ പറയുക എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തന്നു. ഈ പറയുന്ന എന്താ പറയുക രാവിലെ തൊട്ട് രാത്രി വളരെ വൈകി വരെ ഇതിൻ്റെ ICUവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അവിടെ പോയ സമയത്ത് എനിക്ക് വല്ലാത്തൊരു സങ്കടം എന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പിനെ അവിടെ ആശുപത്രിയിൽ കണ്ടില്ല. ഇപ്പം നമ്മൾ ഈ 2 ദിവസമായി കണ്ട ഈ ജനാവലി, ആ ജനാവലി എന്ന് പറയുന്നത് ഒരു സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ യഥാർത്ഥത്തിൽ നെഞ്ചിലേറ്റിയ പാവപ്പെട്ട സഖാക്കളാണ് അതിൽ മഹാഭൂരിപക്ഷം. സാധാരണ മനുഷ്യർ അവർ ഉള്ളം പെടയാണ്. പാർട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ള ഈ അപജയം, ഞാൻ ഈ പറയുന്ന പിണറായിസം എത്രത്തോളം ആ പാർട്ടിയെ ബാധിച്ചു. തൊഴിലാളികൾക്ക് വേണ്ടി പറയാൻ ആരുമില്ല. ഇന്നിപ്പോൾ റൂമിൽ നോക്കും, ഞാനിപ്പോൾ നമ്മൾ കോഴിക്കോടാണല്ലോ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ കോഴിക്കോട് ഒരു പ്രധാന ഫിഷ് മാർക്കറ്റാണ് നമ്മൾ മാതൃഭൂമിക്ക് പിന്നിലുള്ളത്. ഞാനൊക്കെ ഇവിടെ സ്കൂളിൽ പഠിക്കുക, ഞങ്ങൾ സിംഗിൾ ഹൈസ്കൂളിലാണ് പഠിച്ചത്. ആ കാലത്ത് 1977 ഞാൻ വീട്ടിൽ നിന്ന് പോയി നമ്മളെന്താ പറയുക ഇടയ്ക്ക് മത്സ്യം വാങ്ങുന്ന ജ്യേഷ്ഠൻ്റെ കൂടെ മത്സ്യം വാങ്ങുന്ന മാർക്കറ്റാണ്. ഇത്ര പതിറ്റാണ്ടുകളായിട്ട് ആ മാർക്കറ്റ് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നടക്കുന്നൊരു മാർക്കറ്റാണ്. 2-2.5 ഏക്കർ സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ അത് പൊളിച്ചിട്ട് ഇവർക്ക് ഹൈടെക് മാർക്കറ്റാക്കണം. ആ തൊഴിലാളികളെ വിളിച്ചിട്ടാണ് ഞാനിന്ന് പോകുന്നത്. എന്താ പ്രശ്നം? 10,000-20,000 തൊഴിലാളികൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അവരുടെ ജീവിതോപാധിയാണ് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, തലമുറകളായിട്ട്. അപ്പം ആ മാർക്കറ്റ് പൊളിച്ച് അത് സമ്പന്നർക്കുള്ള എന്താ പറയുക ഒരു കൊമേഴ്സ്യൽ സെൻ്ററാക്കി മാറ്റാൻ ഗവൺമെൻറ്റും കോർപ്പറേഷനും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ സാധാരണക്കാർ ഔട്ടാവും. തൊഴിലാളികളാണ് ഔട്ടാൻ പോകുന്നത്. ഇവർക്ക് തൊഴിലില്ല. അവർ സാധാരണ രാവിലെ വന്നിട്ട് ഹോൾസെയിലേഴ്സിന് 5,000-2,000 കൊടുത്ത് മീൻ വാങ്ങി ഇപ്പുറത്ത് സൈഡിൽ വഴിയരികിലും മാർക്കറ്റിൻ്റെ സൈഡിലും വെച്ച് ജീവിക്കുന്നവരാണ് ഒരു വിഭാഗം. ഒരു വിഭാഗം മത്സ്യം കട്ട് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഒരു വിഭാഗം മത്സ്യം നന്നാക്കി ജീവിക്കുന്നവരാണ്. അവിടെ മാംസ മാർക്കറ്റുണ്ട്, അതിൻ്റെ അകത്ത് അവിടെ മാംസം വിറ്റ് ജീവിക്കുന്നവരുണ്ട്, കോഴി വിറ്റ് ജീവിക്കുന്നവരുണ്ട്, കോഴി അറക്കുന്നവരുണ്ട്, കോഴി പൊളിക്കുന്നവരുണ്ട്, കോഴിയെ വെട്ടുന്നവരുണ്ട്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പാർട്സ് കളക്ട് ചെയ്തിട്ട് ചെറിയ പൈസ കൊടുത്ത് അത് ചെറുകിട ഹോട്ടലുകളിലും ഫാസ്റ്റ് ഫുഡിലും കൊടുത്ത് അത് വൃത്തിയാക്കി ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ നിരവധിയായ ആളുകൾ, ഉണക്കമീൻ കച്ചവടക്കാർ, ചെറിയ പച്ചക്കറി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് മീൻ വാങ്ങും, കുറച്ച് പച്ചക്കറിയും വാങ്ങും. ഇങ്ങനെ 10,000-2,000 മനുഷ്യരും തൊഴിലാളികളും എന്താ പറയുക സമാധാനമായി ജീവിച്ച് വരുന്നതിൻ്റെ അകത്തേക്ക് ഒരു ആറ്റം ബോംബ് പോലെ ഗവൺമെൻറ് അതിനെ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ പുതിയ IT ടെക് എന്താ പറയുക ഹൈടെക് സാധാരണക്കാർക്ക് ആക്സസ് ഇല്ലാത്തത് ഒരാൾക്കും ആക്സസ് ഇല്ല. ഹൈടെക് മാർക്കറ്റുകൾ ഇപ്പോൾ എന്താ പറയുക ലുലു അടക്കം ഇവിടെ അങ്ങനെ പോകേണ്ടവർക്ക് ഇവിടെ എത്രയോ സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഇല്ലാത്തത് പാവപ്പെട്ടവന് പോയിട്ട് മത്സ്യം വാങ്ങാനും എന്താ പറയുക അവരെ തൊഴിലിടമാണ് ഇവിടെ നഷ്ടപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം പൂർണ്ണമായിട്ടും തൊഴിലാളി വിരുദ്ധമാണ്. ഞാൻ ഇന്നിപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ അങ്ങനെ VS ആലോചിക്കായിരുന്നു. ഇവിടെ തന്നെ VS ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി? ഇങ്ങനെ കേരളത്തിൽ ഉടനീളം സാധാരണക്കാർ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ സ്ഥാപനങ്ങൾ ഈ പറയുന്നത് പോലെ കൺസോഷ്യം എന്ന പേരിട്ടോ പുതിയ മുതലാളിമാരെ കൊണ്ടുവന്നിട്ട് അത് മുഴുവൻ മുതലും മുഴുവൻ കോഴിക്കോട്ടങ്ങാടിയിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഏകദേശം ഒക്കെ തട്ടിയെടുത്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പോൾ പാളയം മാർക്കറ്റ് അവിടെ ഇതേപോലെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നമ്മൾ നോക്കിയാലും എവിടത്തേക്ക് എല്ലാം ഒരു കഴുകൻ്റെ ഒരു സമ്പന്നരുടെ ആളുകളുടെ കഴുകൻ കണ്ണുകളോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും മരുമകനും മാറി. കോഴിക്കോട് നിന്ന് അനുഭവിക്കുന്ന ഈ മാർക്കറ്റടക്കം പാളയം മാർക്കറ്റടക്കം ആളുകൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് എന്ന ദുരന്തമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില്ലറ ദുരന്തമല്ല ഈ എന്താ പറയുക ഈ അങ്ങാടിക്ക് ഈ സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സമ്പന്നർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ ആ ഗ്യാപ്പാണ് VS എന്ന് പറയുന്ന സഖാവ്. അത് ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും സഖാക്കളോട് ആ വിഷയത്തിൽ പറയാനുള്ളത്, സഖാക്കൾ ആരെയാണ് ഈ ഭയപ്പെടുന്നത്? ഞാനിതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതാണ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ഇതേ വിഷയങ്ങളായിരുന്നു. ഞാൻ പോലീസിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന വിഷയം എന്തായിരുന്നു?
സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പൊതുപ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, പാർട്ടി സെക്രട്ടറിമാർക്ക് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, പഞ്ചായത്തുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല, പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇവിടെ ഉദ്യോഗസ്ഥ രാജാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടതല്ല. അതിൻ്റെ തെളിവുകൾ നടത്തിയിട്ടാണ് അവസാനം ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ പേര് തന്നെയല്ലേ ഞാൻ ഈ അവസ്ഥ വന്ന് VS അനുഭവിച്ചോ അത് തന്നെയല്ലേ. അതെ അതെ. ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചായിട്ടുള്ള വ്യക്തി ലോകത്താരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സഖാവ് VS ആണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആരോടാ? അത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് അല്ല, അതൊരു സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയമുള്ള എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് ലീഡേഴ്സിനും ഉണ്ടാവേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തി, അത് ജീവിതത്തിൽ പാലിച്ചു. അദ്ദേഹം നമ്മൾ വിട്ടു പിരിഞ്ഞു. ഒറ്റ ചോദ്യം, VSന്റെ ഒരു ഒഴിവുണ്ടല്ലോ, അത് ഇനി കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും നികത്തും, അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രതീക്ഷക്കും ഇനി വകയില്ല. കേരളത്തിലെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിട്ട് അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയത്തോട് ഒപ്പം നിന്ന് പാവപ്പെട്ടവൻ്റെ വിഷമവും കണ്ണീരും വേദനയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതാവിനെ ഒറ്റ നോട്ടത്തിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം ശർക്കരക്കുടത്തിൽ കൈയിട്ടാലുണ്ടാകുന്ന അവസ്ഥ അത് കഴിഞ്ഞ് കുറേ കാലങ്ങളായി പിണറായിയുടെ വരവോട് കൂടിയിട്ട് രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥന്മാരെ കൂടെ നിൽക്കുകയാണ്. കേരളത്തിൽ ആകെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇപ്പം എന്താണ്? ഒരു തിരുവനന്തപുരം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഓഫീസ് തുടങ്ങി, തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ്, അടുത്ത മുനിസിപ്പാലിറ്റി കഴിഞ്ഞ്, അടുത്ത പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്ന ഗ്രാമങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാർ പോലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നാണ് എന്ന് സാധാരണ ജനങ്ങളിൽ അങ്ങാടി സംസാരമായി മാറി. നമ്മളിനി എന്ത് ചെയ്യും? അത് പ്രശ്നമില്ലാതായി മാറി. ആ ചങ്ങാത്തുണ്ടല്ലോ, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ആ ചങ്ങാത്തം നാടിൻ്റെ നന്മയ്ക്കല്ല, അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ടൂളുകളായി ഈ പഞ്ചായത്ത് മെമ്പറായാലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും മുനിസിപ്പൽ മെമ്പറായാലും കോർപ്പറേഷൻ മെമ്പറായാലും കോർപ്പറേഷൻ മേയറായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ഈ MLA ആയാലും ആ ജനങ്ങൾ കൊടുക്കുന്ന അധികാരം അവനവൻ്റെ സാമ്രാജ്യം വളർത്താനും അവൻ്റെ കുട്ടികളുടെയും അവൻ്റെ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുമുള്ളൊരു സംവിധാനത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം അങ്ങേയറ്റം പതിച്ചു. അതാണ് ജനങ്ങൾ ഇവിടെ നേരിടുന്ന പ്രശ്നം. ഇത് നമുക്ക് കർണാടകയിൽ കാണാൻ കഴിയില്ല, ഇത് നമുക്ക് തമിഴ്നാട്ടിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. ചില നേതാക്കന്മാർ തമ്മിലൊക്കെ ബന്ധമുണ്ടാവും, പക്ഷെ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ട്. പക്ഷേ ഇത് വ്യാപകമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരും പോയി. ഈ ശർക്കര കുടത്തുനിന്നുള്ള ഈ പറയുന്ന ലീഡർഷിപ്പ് ഈ അനുഭവിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. ആ വ്യത്യസ്തരായ ആളുകൾ മുഴുവൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. കമ്മ്യൂണിസവും ആദർശവും പറയുന്ന ലീഡേഴ്സിനെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പൂർണ്ണമായിട്ടും. അതാണ് പിണറായിസം. ഇതിനെ മൊത്തം കവർ ചെയ്തു. മനസ്സിലായില്ലേ? മറ്റുള്ളവരൊക്കെ പോയി. മറ്റുള്ളവരൊക്കെ എന്താ പറയുക, അഭിമാനക്ഷതം എന്ന് പലരും മാറിയുന്നു. ഈ അനീതി കാണാതെ പല സഖാക്കളും മാറിയുന്നു. ഇപ്പം ഇന്നലെയൊക്കെ ഒരു വിലയിരുത്തൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് VSനെ സംബന്ധിച്ച് ഒരു കണക്കിന് അത് ശരിയാണ്, അത് വസ്തുതയാണ്. ഇപ്പം നമുക്ക് നോക്കിയാൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. എന്തായാലും അവസാനം ഇനിയൊരു VS ഉണ്ടാകും ഈ തലമുറയിൽ നിന്ന്. ഇപ്പോഴുള്ള ലീഡർഷിപ്പ് ഉണ്ടല്ലോ, വളർന്നു വരുന്ന തലമുറയിൽ നിന്ന് യൂത്ത് നിന്ന് വന്നേക്കാം, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് നോക്കിയാലും പോളിറ്റ് ബ്യൂറോ നോക്കിയാലും സംസ്ഥാന കമ്മിറ്റി നോക്കിയാലും അതിൽ നിന്ന് VS എടുത്ത ഈ നിലപാടിനോടൊപ്പം നിന്ന് പോരാടാൻ മാനസികമായി ശേഷിയുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 10 ആൾ കൂടേണ്ടി ഒരു VS ആണെങ്കിൽ 10 സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ചേർന്നാൽ ചിലപ്പോൾ ഒരു അര VS മുക്കാൽ VS ഒക്കെ ആവാം. അല്ലാതെ ഒരാളുണ്ടെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം. അത് VS ആവണമെങ്കിൽ ആദ്യം എന്ത് വേണം? നിലപാട് വേണം, അഭിപ്രായം വേണം, അത് തുറന്നു പറയാനുള്ള ശേഷി വേണം. ഈ ആളുകൾക്ക് ആർക്കെങ്കിലും അതുണ്ടോ? ഒരാൾക്ക്. ആരെവർ ഭയപ്പെടുന്നത്? എന്താ സത്യം പറയാൻ ഈ CPM ലീഡർഷിപ്പ് ഭയക്കുന്നതിനൊക്കെ ആരെയാണ്, എന്തിനാണ് ഭയപ്പെടുന്നത്? എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ടല്ലേ. ഇന്നലെ ഇപ്പോൾ VSനെ ഇങ്ങനെ VSൻ്റെ ചരിത്രമാണല്ലോ അപ്പം 3-4 ദിവസമായിട്ട് പറയുന്നത്. അപ്പം വലിയ തോതിൽ അത് ചിലപ്പോൾ പിണറായിക്കെതിരെ ഒരു ക്യാമ്പയിൻ ആകും എന്നുള്ള പേടിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്തൊരു പണി എന്താ വെച്ചാൽ പിണറായി ഇതിൽ ഭയങ്കര ദുഃഖിതനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമം. അതിൽ ദുഃഖം ഉണ്ടായേക്കാം, കാരണം എന്തായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷെ പിണറായി ഇയാളോട് ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ
പിണറായി എന്തൊക്കെ അദ്ദേഹത്തോട് ചെയ്തു എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ എല്ലാ സഖാക്കൾക്കും അറിയാം. കേരളത്തിനും അറിയാം. കേരളത്തിൽ 16 അദ്ദേഹം രണ്ടാമത് മുഖ്യമന്ത്രി 21 അദ്ദേഹം മുഖ്യമന്ത്രി ആവേണ്ടതാണല്ലോ. അത് correct. 21 അദ്ദേഹത്തിൻ്റെ എല്ലാ ശേഷിയും ഉപയോഗപ്പെടുത്തി, എന്താ പറയുക, 16 16 അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ശേഷിയും ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ എത്ര എത്ര ചതികൾ, എത്ര എത്ര വഞ്ചനകൾ, ഏതെല്ലാം രീതിയിൽ. പക്ഷെ അതിലൊന്നും ഒരു വസ്തുതയില്ല എന്നും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളും സ്വന്തം ശരീരത്തെക്കാളും സ്നേഹിക്കുന്ന അദ്ദേഹത്തെയാണ് എന്നും തെളിയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന തിരുവനന്തപുരത്തു നിന്നുള്ള ആലപ്പുഴയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്ര. ഇതിൽ നിന്നെങ്കിലും എനിക്ക് പറയാനുള്ളത്, സഖാക്കളോട് പറയാനുള്ളത്, ലീഡേഴ്സിനോട് പറയാനുള്ളത്, പാർട്ടിയിലെ ഇനിയെങ്കിലും പ്രതികരിക്കാൻ ഇവർ തയ്യാറാവണമെന്നില്ല. ഇനിയെങ്കിലും ഇവിടെ ജീവിച്ചിരിക്കുന്ന സഖാക്കളിൽ മഹാഭൂരിപക്ഷവും VSൻ്റെ ആശയാദർശങ്ങളോടൊപ്പമാണ് എന്ന് തെളിയിച്ചതാണ് ഈ മരണയാത്ര. അതിൽ നിന്നെങ്കിലും, എന്താ പറയുക, ചോദ്യം ചോദിക്കാനുള്ളൊരു ശേഷി CPM ലീഡർഷിപ്പ് ആർജിക്കണം എന്നാണ്, എന്താ പറയുക, ഒരു സാധാരണ ഒരു പൊതുപ്രവർത്തകൻ നിലനിൽക്ക് എനിക്ക് പാർട്ടി ലീഡേഴ്സിനോട് പറയാനുള്ളത്.